ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഒരു അസുഖം നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന ഒരു കുട്ടികളുടെ ഇടുപ്പ് തെറ്റൽ അല്ലെങ്കിൽ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിൻ്റെ തുടക്കം. കുട്ടി ജനിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഹിപ്പ് ജോയിൻ്റ്, അതായത് ഈ ഹിപ്പ് ഈ ബോൾ നിൽക്കുന്ന ഈ കപ്പ്, അതാണ് ഹിപ്പ് ജോയിൻ്റ്. അതിൻ്റെ ചുറ്റും ഇതുപോലെ ഒരു ടിഷ്യൂ, ഈ ടിഷ്യൂയുടെ പേര് ക്യാപ്സ്യൂൾ എന്നാണ് പറയുക. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു കവറിങ്. അപ്പോൾ ഈ ജോയിൻ്റ് സ്ഥാനഭ്രംശം സംഭവിച്ച് ഈ ബോള് കപ്പിൻ്റെ ഉള്ളിലല്ലാതെ പുറത്തോട്ട് നീങ്ങി നിൽക്കുന്ന അവസ്ഥ, അതാണ് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ജനിക്കുന്ന കുട്ടികളിൽ ഇത് പൂർണ്ണമായിട്ടും തെറ്റിക്കിടക്കുന്ന അവസ്ഥയിലുണ്ടാവാം. പക്ഷേ അതിനേക്കാളും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ചെറുതായിട്ടുള്ള തെറ്റലുകൾ. ഇപ്പോൾ റുട്ടീനായിട്ട് ജനിക്കുന്ന കുട്ടികളെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് പീഡിയാട്രീഷ്യൻ ഹിപ്പ് ചെക്ക് ചെയ്യുന്നതാണ് ക്ലിനിക്കലി. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് തെറ്റിക്കിടക്കുന്ന ഹിപ്പുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ചില ടൈപ്പ് ഡിസ്ലൊക്കേഷൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാതെ ഭാഗികമായിട്ട് അകന്ന ഒരു അവസ്ഥയിലാണ്. അതിന് പേര് ഡിസ്ലൊക്കേഷൻ എന്നല്ല, ഡിസ്പ്ലേസിയ എന്നാണ് പറയുക. അപ്പോൾ ഉദാഹരണത്തിന് ഈ ബോള് കപ്പിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും സീൽ ചെയ്ത് നിൽക്കേണ്ടതിന് പകരം ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് തെന്നി നിൽക്കുക. അപ്പോൾ ഇത് നവജാത ശിശു ആയത് കാരണം എക്സ്റേയിൽ ചിലപ്പോൾ വ്യക്തമായിട്ട് ഇത് കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കൽ വളരെ വളരെ അത്യാവശ്യമാണ്. അത് കണ്ടുപിടിക്കാതെ കാലം ചെല്ലുകയാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഇടുപ്പ് വേദന വന്നു തുടങ്ങും. അപ്പോൾ അത് കണ്ടെടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കലായിട്ടുള്ള പരിശോധനയിൽ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഹിപ്പ് സ്ക്രീനിങ് എന്ന് പറയും. ഹിപ്പ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ, പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന അതേ അൾട്രാസൗണ്ട് സ്കാൻ തന്നെ വിദഗ്ധ റേഡിയോളജിസ്റ്റ്, ഇതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള റേഡിയോളജിസ്റ്റ് ജനിച്ച് കുറച്ചാഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ ഹിപ്പ് അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് സ്ക്രീൻ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൽ ആവാത്ത ഭാഗങ്ങൾ ധാരാളമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്യാപ്സ്യൂൾ എന്ന് പറയും. അതേപോലെ തന്നെ ഈ ബോളിന് ചുറ്റും കവർ ചെയ്യുന്ന കാർട്ടിലേജ് ഉണ്ട്. ഇതൊന്നും എക്സ്റേയിൽ കാണില്ല. അതേപോലെ കപ്പിലും ഇതേപോലുള്ള കാർട്ടിലേജ് ഭാഗങ്ങൾ, മൃദുവായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഷേപ്പും അത് എത്ര കണ്ട് ആ പന്തിനെ കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതും അൾട്രാസൗണ്ടിൽ കണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിൻ്റെ പേരാണ് ഹിപ്പ് സ്ക്രീനിങ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചില പ്രത്യേക റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന കുട്ടികളിൽ ചെയ്തിരിക്കേണ്ടതാണ്. ഇത് ഇൻ്റർനാഷണലി പല കൺട്രീസിലും ഇത് മാൻഡേറ്റഡ് ആണ്. അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ല. പക്ഷെ എന്നാൽ തന്നെ ഇതിൻ്റെ റിസ്ക് കൂടുതലായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾ, ആദ്യം ജനിക്കുന്ന പെൺകുട്ടി, ബ്രീച്ച് ഡെലിവറി എന്ന് പറയും. അതായത് കുട്ടിയുടെ തലയ്ക്ക് പകരം കുട്ടിയുടെ താഴ്ഭാഗം, ബട്ടക്സ് ആണ് ആദ്യം താഴോട്ട് പുറത്തേക്ക് വരുന്നത്. ആ ഒരു ഡെലിവറിക്ക് പേര് ബ്രീച്ച് ഡെലിവറി എന്നാണ് പറയുക. അപ്പോൾ തല തിരിഞ്ഞ കുട്ടി ഉള്ള അവസ്ഥ. അതേപോലെ തന്നെ ഉള്ളിലുള്ള വെള്ളം, ലൈക്കർ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കുറയുക. ഇല്ലെങ്കിൽ വേറെ ഒരു കുട്ടി, ഇതേ അസുഖമുള്ള കുട്ടി ഫാമിലിയിൽ ഉണ്ടാവുക. ഇല്ലെങ്കിൽ ജനിച്ച കുട്ടിയുടെ കാൽപാദത്തിൽ എന്തെങ്കിലും ചെറിയ വളവ് കാണുക. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ ഈ ഹിപ്പും ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ റിസ്ക് ഗ്രൂപ്പുകളിൽ നിർബന്ധമായും ഈ ഹിപ്പ് സ്ക്രീനിങ് നടത്തിയിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നടത്തുന്ന പക്ഷം നേരത്തെ തന്നെ അത് കണ്ടെടുക്കാൻ കഴിയും. നേരത്തെ കണ്ടെടുത്താൽ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പാവ്ലിക് ഹാർനസ്, പാവ്ലിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിലുള്ള ഒരു ബെൽറ്റാണ്. ആ ബെൽറ്റ് കുട്ടിക്ക് ബെൽറ്റ് ഇടിയിച്ച് ഈ പന്തിനെ കപ്പിൻ്റെ ഉള്ളിലോട്ട് നിർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ ചികിത്സ എത്ര നേരത്തെ തുടങ്ങുന്നുവോ അതിൻ്റെ വിജയ സാധ്യതയും അത്രയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിപ്പ് സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്ര ഓപ്പണായിട്ട് കേരളത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചില റിസ്ക് ഗ്രൂപ്പുകളിലെങ്കിലും ഇത് ചെയ്താൽ നന്നായിരിക്കും. താങ്ക് യു.